ഹലോ. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ടെറസിൽ കാഴ്ച കാണാനായിട്ട് കയറി കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ കുറേ തുണി കഴുകി, അപ്പം ടെറസിലിടാമെന്ന് വെച്ചിട്ട് കയറിയാണ്. പക്ഷേ മഴ വരുന്നുണ്ടായിരുന്നു, വെയിലേ ഇല്ല. അപ്പോൾ പിന്നെ അതെടുത്തിട്ട് താഴേക്ക് കൊണ്ടു. അപ്പോൾ തുണിയൊക്കെ അകത്ത് എവിടെയെങ്കിലും കൊണ്ട് വിരിച്ചിട്ട് കിച്ചണിലോട്ട് വന്നപ്പോൾ മമ്മി അവിടെ വന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നു. അപ്പോൾ ചപ്പാത്തിയല്ല, പറാത്തയാണ് ഉണ്ടാക്കുന്നത് എന്നോട് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറേ നേരം ഇത് കണ്ടേ. അപ്പം ഇത് എണ്ണ ആദ്യം കുറേ തൂത്താണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് ചുട്ടെടുക്കുമ്പോഴും കുറേ എണ്ണ കോരി ഒഴിക്കുന്നുണ്ട്. ശരിക്കും അത്ര എണ്ണയുടെ ആവശ്യം ഉണ്ടാകത്തില്ല. ഇവിടെ ഇച്ചിരി എണ്ണ കൂടുതലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്ര എണ്ണ ഉപയോഗിക്കാതെ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് പരത്തുന്നത് കാണാനൊക്കെ നല്ല രസമാണ്. അപ്പോൾ ഞാനവിടെ നിന്നിട്ട് കുറേ നേരം കണ്ടു. അപ്പോൾ ഇതിങ്ങനെ ലെയറായിട്ട് പരത്തിയാണ് എടുക്കുന്നത്. പുള്ളിക്കാരി ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. ഞാനിപ്പോഴാണ് വന്നത്. അപ്പോൾ രാവിലെ ഇതിൻ്റെ കൂടെ കറിയായിട്ട് കഴിഞ്ഞ ദിവസത്തെ ഒരു കറി ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കഴിച്ചതിൻ്റെ ബാക്കി. അപ്പം അത് കഴിക്കും, അല്ലെങ്കിൽ പിക്കിൾ എന്തെങ്കിലും കൂടെ കാണും. അപ്പോൾ രാവിലെ ഇതിന് കറി എന്നോട് പറഞ്ഞു, ഞാൻ കറിയൊന്നും ഉണ്ടാക്കിയില്ല, എന്തെങ്കിലും വേണോ? ഞാൻ പറഞ്ഞു സാരമില്ല, ഇന്നലത്തെ കറി മതി എന്ന് പറഞ്ഞു. അപ്പോൾ കണ്ട എണ്ണ ഒരുപാട് ഒഴിക്കുന്നുണ്ട്. ശരിക്കും നമുക്ക് ഇത്രയും എണ്ണ ഞാനിങ്ങനെ വീട്ടിലൊന്നും ഉപയോഗിക്കാറില്ല. അപ്പോൾ അത്ര എണ്ണ ഉപയോഗിക്കണം എന്നില്ല ഇതുണ്ടാക്കുമ്പോൾ. അങ്ങനെ പറാത്തയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഞങ്ങൾ കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ ദാദിയും മമ്മിയും പപ്പയൊക്കെ രാവിലെ തന്നെ കഴിച്ച് കഴിഞ്ഞപ്പം ഞാനും ഹസ്ബൻഡും മാത്രമേ ഇനി കഴിക്കാനുള്ളൂ. അപ്പം ഞങ്ങൾ ടി വിയൊക്കെ ഓൺ ചെയ്തിരുന്നിട്ട് കാണുവാണ്. എന്നിട്ട് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് മമ്മി തൈരും പിക്കിളും ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിതെല്ലാം കൂടെ കഴിച്ച് എന്നിട്ടിന്ന് പുറത്തോട്ട് പോകാനായിട്ട് പ്ലാനുണ്ട്. ഇവിടെ വന്നതിന് ശേഷം ആകെ ഞങ്ങൾ ആ സോമന നക്ഷത്രത്തിൽ മാത്രമാണ് ഒന്ന് പോയത്. അപ്പോൾ ഇന്ന് ബീച്ചിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ ഒരു 11:30 ആയപ്പോഴത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പം വിറാവല്ല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ആലപ്പുഴ പോലെയൊക്കെ തന്നെ ഉള്ളൊരു ഈ മത്സ്യബന്ധനമൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. കടലിനോട് അടുത്ത് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് തെങ്ങും ഒക്കെയുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇതിന് നടുക്കൊക്കെ ആയിട്ട് വലിയ വീടൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെയൊക്കെ ഓണേഴ്സിൻ്റെ വീടായിരിക്കും ഉള്ളിൽ കാണുന്നത്. ഇതിങ്ങനെ നിരത്തി ഇങ്ങനെ തെങ്ങും തോട്ടാണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ പതുക്കെ ബീച്ചിലോട്ട് പോകാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്ന ബീച്ചിൻ്റെ പേര് അദ്രി ബീച്ച് എന്നാണ് കേട്ടോ. ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്, ഏകദേശം ഒരു 20 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് പോവാണ്. അങ്ങനെ കുറച്ച് ദൂരം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹൈവേന്ന് ഉള്ളിലോട്ട് കയറി കേട്ടോ. ഇവിടെയൊക്കെ നമ്മുടെ സ്ഥലം പോലെയൊക്കെ ചെറിയ സാമിയൊക്കെ ഉണ്ട്. കുറച്ച് ആൽമരവും ഇടത്തെ സൈഡിൽ കുറേ തെങ്ങും തോട്ടം ഒക്കെ ആയിട്ടാണ് ഈ റോഡ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇടത്തെ സൈഡിൽ കുറേ കൃഷിത്തോട്ടം ഇങ്ങനെയുണ്ട്. അപ്പോൾ അതിനപ്പുറത്തായിട്ട് തെങ്ങും തോട്ടമുണ്ട്. അപ്പോൾ ഈ കാണുന്നത് എന്താ പറയുക, കപ്പലണ്ടി തോട്ടമാണ് കേട്ടോ. അപ്പോൾ ഈ സൈഡിലൊക്കെ നമ്മൾ ഈ തമിഴ്നാട്ടിൽ കാണുന്ന ചെടിയിൽ അത് കുറേ നിൽപ്പുണ്ട്, മുറിച്ചെടി. അപ്പോൾ തെങ്ങും തോട്ടം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അധികം വീടൊന്നും ഞാൻ കണ്ടില്ല. ഈ റോഡിൽ കൂടെ അധികം വണ്ടികളും പോകുന്നില്ല കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ മാത്രമേ ഇല്ലായിരുന്നു. ഇടയ്ക്ക് ചില ബൈക്കോ പിന്നെ ഒരു ബുള്ളറ്റ് പോലെയുള്ളൊരു റിക്ഷയുണ്ട്. ബുള്ളറ്റാണ് ഫ്രണ്ടിൽ. അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ റിക്ഷ പോലെ കുറേ ആൾക്കാരൊക്കെ ഇരുന്ന് ഇങ്ങനെ യാത്ര ചെയ്യും. അങ്ങനെയുള്ള ചില വണ്ടികൾ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തി കേട്ടോ. ഞാൻ വിചാരിച്ചത് നമ്മുടെ ആലപ്പുഴ ബീച്ച് പോലെ തന്നെ കുറേ മണലും ഒക്കെ ആയിട്ടുള്ളൊരു ബീച്ചായിരിക്കും എന്നാണ്. പക്ഷേ ഇവിടെ ഇങ്ങനെ കല്ല് പോലെ കുറേ സംഭവങ്ങൾ കിടപ്പുണ്ട്. നമുക്ക് കാലിൽ ചെരുപ്പില്ലാതെ ചവിട്ടിയാൽ നല്ലപോലെ വേദനിക്കും. അങ്ങനെ കുറേ പാറയും ഒക്കെയാണ് കിടക്കുന്നത്. അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അവരാ നിൽക്കുന്നിടത്തൊക്കെ ചെളിയല്ല കാണുന്നത്, ഒരു തരം പാറ പോലെ ഒരു സംഭവമാണ്. നമ്മൾ ചെരുപ്പില്ലാതെ അങ്ങോട്ട് പോയാൽ നമ്മുടെ കാലിലൊക്കെ ശരിക്കും നല്ലപോലെ വേദനിക്കും. പിന്നെ ഞാൻ റോഡ് സൈഡിലൊക്കെ കണ്ട ആ മരം, ആ ചെടിയാണ് കേട്ടോ. നമ്മൾ തമിഴ്നാട്ടിലൊക്കെ കാണത്തില്ല. അപ്പോൾ ഇതൊന്ന് അടുത്ത് കാണുമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പണ്ട് ടൂർ പോകുമ്പോഴേക്കും റോഡ് സൈഡിൽ കാണാൻ പറ്റും. കുറേ മുള്ളൊക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോന്നു. അപ്പോഴത്തേക്ക് മമ്മി പുലാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം മേടിച്ച ചിക്കൻ ഉണ്ടായിരുന്നു, അതും ഫ്രൈ ചെയ്ത് എന്നിട്ട് അതിരുന്ന് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ കഴിക്കാനായിട്ട് പിക്കിൾ തരുവാണ് കേട്ടോ. അപ്പോൾ കടലയും നമ്മുടെ ഉലുവയില്ലേ അതും കൂടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പിക്കിളാണ്. അപ്പോൾ കൂടെ കുറച്ച് മെഴുക്കുവരട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ടെറസിന് മുകളിലേക്ക് പോയി കേട്ടോ. കുറേ തുണി ഉണക്കാനിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം മഴ പെയ്തില്ല, വെയിലില്ലാത്തത് കൊണ്ട് അത് നന്നായിട്ട് ഉണങ്ങിയില്ല. അപ്പം ഞങ്ങളവിടെ ഇരുന്ന് ചുമ്മാ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ആ തുണിയൊക്കെ ഒന്നുകൂടെ ഒന്ന് കാറ്റത്ത് ഉണങ്ങാനായിട്ട് ഇടുവാണ്. അപ്പം
ഇവരമ്മയും മോനും കൂടി ഇങ്ങനെ ഗുജറാത്തിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. എനിക്കതൊന്നും മനസ്സിലാവത്തില്ല കേട്ടോ. പിന്നെ ഇവർ ഹിന്ദി സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും. അപ്പോൾ കെട്ടിയവൻ ഇതൊക്കെ നോക്കി ഇങ്ങനെ ഇരിപ്പുണ്ട്, എന്തൊക്കെയോ പറയുകയാണ്. അപ്പോൾ ഇതുവരെ എനിക്ക് ഗുജറാത്തി പഠിച്ച് ഞാൻ എടുത്തിട്ടില്ല. ഇച്ചിരി ടഫ് ലാംഗ്വേജാണ് കേട്ടോ. ഞാൻ ആകെ ഒരു 14 ദിവസത്തെ ലീവിന് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നാളൊക്കെ അവിടെ നിൽക്കുകയാണെങ്കിൽ ഈ ഭാഷയൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. പിന്നെ മലയാളികൾക്ക് ഇതെല്ലാം പഠിച്ചെടുക്കാനൊരു പ്രത്യേക മിടുക്കുണ്ടല്ലോ. പിന്നെ ഇത് ദാദയുടെ മുറിയാണ് കേട്ടോ. ഇവിടെ കുറേ മാങ്ങ ഇങ്ങനെ പഴുക്കാനായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് റംബൂട്ടാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങളിരുന്ന് കഴിച്ചു കേട്ടോ. പിന്നെ രാത്രിയിലത്തേക്കുള്ള കറിക്കുള്ള കാര്യങ്ങൾ ആദ്യം ഇങ്ങനെ അരിഞ്ഞു കൊടുക്കുവാണ്. കൂടുതലും കിച്ചണിൽ കുക്കിംഗ് പരിപാടിയൊക്കെ മമ്മി തന്നെ ചെയ്യും. പിന്നെ ഈ അരിഞ്ഞു കൊടുക്കുന്നതൊക്കെ ദാദി ചെയ്തോളും. അതൊക്കെ നല്ല രസമാണ് കേട്ടോ അരിയുന്നത് കാണാനൊക്കെ. അതിങ്ങനെ കോളിഫ്ലവറിൽ പുഴുണ്ടോ എന്നൊക്കെ നോക്കിയിരുന്ന് അരിയുവാണ്. അപ്പം ഞാനവിടെ ഇങ്ങനെ TV കാണുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് ഞാൻ പോയി അടുക്കളയിൽ മമ്മി ചെയ്യുന്നതൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് റോട്ടിയാണ്. അതും ബജ്ര കൊണ്ടുള്ള റോട്ടിയാണ് കേട്ടോ. ഞാൻ എന്താ ഉണ്ടാക്കുന്നത് ചോദിച്ചപ്പോൾ ബജ്രയ്ക്ക് റോട്ടി ആണ് ഉണ്ടാക്കുന്നത് എന്നോട് പറഞ്ഞു. അപ്പോൾ ഈ പൊടിയിൽ ബജ്രയും കൂടാതെ ജോവർ എന്ന് പറഞ്ഞിട്ടൊരു ധാന്യം ഉണ്ടല്ലോ, അത് രണ്ടും കൂടി പൊടിച്ചതാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ എടുത്തിരിക്കുന്നത് ഒരു റോട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവാണ്. ഈ ഒരു റോട്ടി തന്നെ നല്ല വലിപ്പമുണ്ട് കേട്ടോ. അതായത് നല്ല കട്ടിയാണ്. ഈ കുബൂസൊക്കെ പോലെ തന്നെ നല്ല കട്ടിയും നല്ല റൗണ്ട് നല്ല വലിപ്പമുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരാൾ ഒരെണ്ണമൊക്കെ തിന്നുള്ളൂ. ഇനി ആണുങ്ങളൊക്കെ ആണെങ്കിൽ 2 എണ്ണമൊക്കെ കഴിക്കും. എനിക്ക് ഒരെണ്ണം ഫുള്ള് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. നല്ലപോലെ വയറ് നിറയും നമുക്ക്. അപ്പോൾ ഇത് അതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ക്വാണ്ടിറ്റി നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് പാടാണ്. അപ്പോൾ ആദ്യം ഒരെണ്ണം ഇങ്ങനെ കുഴച്ചെടുത്ത് അത് ചുട്ടെടുക്കും. അപ്പോഴത്തേക്ക് അടുത്തത് വീണ്ടും കുഴയ്ക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. ആദ്യം ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ഇടും. എന്നിട്ട് അതിലേക്ക് ഈ പൊടിയും കൂടി ഇട്ടിട്ട് പതുക്കെ ഇങ്ങനെ കുഴച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം ചേർത്ത് കുഴച്ചെടുക്കും. അപ്പോൾ അത് ശരിക്കും നല്ല നനവ് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നനഞ്ഞ ഒരു രീതിയിലാണ് ഇത് കുഴച്ചിങ്ങനെ എടുക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി കയ്യിൽ വെച്ചിട്ടാണ് ഇത് ഷേപ്പാക്കി എടുക്കുന്നത്. അത് കാണാൻ നല്ല രസമാണ് കേട്ടോ. അതിപ്പോൾ മമ്മി ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതത് കൈ കൊണ്ട് ഇങ്ങനെ ഷേപ്പാക്കി എടുക്കാൻ പോവാണ് കേട്ടോ. ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പരത്തി അതൊരു റൗണ്ട് ഷേപ്പാക്കി എടുക്കും. നല്ല കട്ടിയും വേണം കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ടുള്ള കല്ല് ഓൾറെഡി ഗ്യാസിൽ വെച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ചൂടായിരിക്കണം. അപ്പോൾ ഒരു മണ്ണ് കൊണ്ടുള്ള ചെളി കൊണ്ടുള്ള ഒരു ചട്ടിയാണ് കേട്ടോ. പരന്ന ഒരു പാൻ പോലത്തെ ഒരു പാത്രമാണ്. അപ്പോൾ അത് ഞങ്ങളന്ന് കറങ്ങാനായിട്ട് പോയില്ലേ, ഉച്ചയ്ക്ക് പോയപ്പോൾ ഈ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ രാജസ്ഥാനികളിട്ടത് വിൽക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ രാജസ്ഥാനി പാൻ അങ്ങനെ എന്തോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ കേട്ടോ. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കല്ല് നല്ല ചൂടായി. അപ്പോൾ ഇതിന് അതിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ തിരിച്ച് മറിച്ച് ചുട്ടെടുക്കും. അപ്പോൾ ഇനി അടുത്ത റൊട്ടി ഉണ്ടാക്കാനായിട്ടുള്ള പുറപ്പാടാണ് കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് വീണ്ടും ആ പൊടി ഇട്ട് ഇങ്ങനെ കുഴച്ചെടുക്കാനായിട്ട് പോവുകയാണ്. ഇതിൻ്റെ കൂടെ ഇന്ന് കറിയായിട്ട് ഉള്ളത് കോളിഫ്ലവർ ആയിരുന്നു. മുമ്പ് ആദ്യമായിട്ട് നരിയെന്ന് ഞാൻ കാണിച്ചില്ല. അപ്പോൾ അതിങ്ങനെ ഒരു മെഴുക്കുവരട്ടി പോലെ ഇങ്ങനെ ആക്കിയെടുക്കും. ഇവർ പറയുന്നത് സബ്ജി എന്നാണ് കേട്ടോ. അപ്പം റൊട്ടിയുടെ കൂടെ ഇതും കൂടിയാണ് കഴിക്കുന്നത്. അപ്പം മുമ്പ് നമ്മൾ ഇട്ടില്ലേ കല്ലേക്ക്, അതിനി വെന്തോ നോക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കുത്തിയൊക്കെ നോക്കുന്നുണ്ട് വെന്തോ ഇല്ലയോ എന്ന്. നല്ല ടൈം എടുക്കും ഇത് വെന്ത് കിട്ടാനായിട്ട്. കാരണം നല്ല കട്ടിയുണ്ടല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ സൈഡൊക്കെ ഇളക്കിയിട്ട് പുള്ളിക്കാരി അത് കൈ കൊണ്ട് തന്നെ അങ്ങ് തിരിച്ച് ഇടുന്നുണ്ട. കുറച്ച് നേരം വേണം അത്. ആദ്യം ആ വേവാനെടുത്ത ടൈം തന്നെ അപ്പുറം വേവാനായിട്ട് എടുക്കും. ഏകദേശം ഒരു 5 മിനിറ്റിൽ കൂടുതൽ എടുത്തു ഒരു റൊട്ടി വേവാനായിട്ട്. അത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നേ. അങ്ങനെ ഞങ്ങൾ തറയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ എന്നും ഉച്ചയ്ക്കായാലും വൈകുന്നേരം ആയാലും കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ തറ തുടയ്ക്കും കേട്ടോ. എപ്പോഴും ഇത് ചെയ്യും, കാരണം എണ്ണയൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പുറത്തോട്ട് പോയായിരുന്നു. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു ബീച്ചുണ്ട്. ഞങ്ങൾ ഉച്ചയ്ക്ക് പോയ ബീച്ചല്ല, ഇത് വേറൊരു ബീച്ചാണ് കേട്ടോ. ഞാനും ഹസ്ബൻഡും പപ്പയും അമ്മയും കൂടെ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ ഇരുന്ന് കുറേ നേരം ഇരുന്ന് കാഴ്ചയൊക്കെ കണ്ട്
കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ടാറ്റാ.